അപൂർവ രോഗം ബാധിച്ച മകനു വേണ്ടി ദയാവധത്തിന് അപേക്ഷിക്കാനായി കോടതിയിലെത്തിയത് മാതാപിതാക്കൾ. ഓട്ടിസത്തിനൊപ്പം അപൂർവ രോഗവും ബാധിച്ച മകനെ വളർത്താൻ മാർഗമില്ലാത്തതിനാൽ ദയാവധത്തിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കോട്ടയത്ത് നിന്നുള്ള ഒരു കുടുംബമാണ്. കൊഴുവനാൽ സ്വദേശികളായ ദമ്പതികളാണ് മകന്റെ അപൂർവ രോഗത്തെ തുടർന്നുള്ള പ്രതിസന്ധി നേരിടാനാകാതെ അസാധാരണമായ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ കുഞ്ഞുങ്ങളുമായി മുന്നോട്ട് പോകും? ജോലിയില്ല, മറ്റ് വരുമാനമില്ല. ഇതൊന്നുമില്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, സംരക്ഷിക്കും? ദയാവധത്തിനായി നിങ്ങളെല്ലാം സഹായിക്കണം. ഇതാണ് 3 മക്കളുള്ള അമ്മയായ കൊഴുവനാൽ സ്വദേശിനി സ്മിത ആന്റണിയുടെ വാക്കുകൾ. മക്കളിൽ 2 പേർ ഓട്ടിസം ബാധിതരാണ്. അവരിൽ തന്നെ രണ്ടാമത്തെ ആൾക്ക് ഓട്ടിസത്തിനൊപ്പം അപൂർവ രോഗമായ സോൾട്ട് വേസ്റ്റിംഗ് കണ്ടിജന്റൽ അഡ്രിനാൽ ഹൈപ്പർപ്ലാസിയയും. പ്രത്യേകം പരിചരണം ആവശ്യമുള്ള കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ കഴിയാത്തതിനാൽ തന്നെ ഉണ്ടായിരുന്ന ജോലി രാജിവെക്കേണ്ടി വന്നു നഴ്സുമാരായ സ്മിതയ്ക്കും ഭർത്താവിനും. കുഞ്ഞിൻ്റെ സവിശേഷമായ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സ്വന്തം പഞ്ചായത്തിൽ തന്നെ തനിക്കോ ഭർത്താവിനോ സർക്കാർ ഒരു ജോലി നൽകണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രിമാരടക്കം ഉറപ്പ് നൽകിയിട്ടും ഇക്കാര്യത്തിൽ സർക്കാരിന് ശുപാർശ നൽകാൻ കൊഴുവനാൽ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് സ്മിതയുടെ പരാതി. നിരന്തരം പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കുടുംബത്തിന് ഒന്നടങ്കം ദയാവധം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്മിതയ്ക്കോ ഭർത്താവിനോ ജോലി നൽകണമെന്ന ശുപാർശയുമായി സർക്കാരിന് കത്തയക്കാൻ 2022 നവംബർ 5 കൊഴുവനാൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം രേഖാമൂലം സർക്കാരിനെ അറിയിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും നടപടികൾ വൈകിക്കുകയാണെന്നാണ് സ്മിത ചൂണ്ടിക്കാട്ടുന്നത്. നീതി തേടി മനുഷ്യാവകാശ കമ്മീഷനെയും കുടുംബം സമീപിച്ചിരിക്കുകയാണ്.